അരണ്ട വിളിച്ചതെന്ന കഥയുടെ തുടർഭാഗം. രാമേന്ദ്രൻ ഉണ്ണിത്താൻ്റെയും സാവിത്രി തങ്കച്ചിയുടെയും ഒരേയൊരു മകളാണ് കാവേരി തങ്കച്ചി. ഇന്നും അവർ തന്നെയാണ് നാട്ടിലെ പ്രമാണിമാർ. അന്ന് ആരൂരുമില്ലാതായ അമ്മയ്ക്ക് അഭയം നൽകിയ നന്ദിക്ക് പകരമായി അമ്മ ജീവിതകാലം മുഴുവൻ ഇവരോട് കടപ്പെട്ടിരുന്നു. എന്നെയും അത് പറഞ്ഞാണ് അമ്മ വളർത്തിയത്. എന്നും നന്ദിയുള്ളവരായിരിക്കണം നമ്മളെന്ന് എപ്പോഴും പറയും. ഞാൻ ഇതുവരെയും അമ്മയുടെ വാക്കുകൾ പാലിച്ചിട്ടുണ്ട്. അത് ഇനിയും എൻ്റെ മരണം വരെ തുടരും. ഒരേ പ്രായക്കാരാണ് കാവേരി തങ്കച്ചിയും ഞാനും. അതുകൊണ്ട് കാവേരിക്ക് കൂട്ടിനു കൂടിയാണ് എന്നെ സ്കൂളിൽ ചേർത്തത്. എനിക്കിടാൻ അമ്മയും അച്ഛനും ആഗ്രഹിച്ചിരുന്ന പേര് ശാരിക എന്നായിരുന്നു. പക്ഷേ കാവേരിയുടെ അമ്മ സമ്മതിച്ചില്ല. വീട്ടിലെ അടിച്ചുതളിക്കാരിയുടെ മകൾക്ക് അത്രയ്ക്കും പുരോഗമനമൊന്നും വേണ്ട. ഞാനൊരു പേര് പറയും, അതങ്ങിട്ടാൽ മതി. തമ്പുരാട്ടിയുടെ വാക്കുകൾക്ക് എതിരില്ല. തന്നെ നിലനിർത്തിയവരോട് ഒരിക്കലും മായാത്ത നന്ദിയായിരുന്നു അമ്മയ്ക്ക്. അങ്ങനെ ഞാൻ സൗദാമിനിയായി. അന്ന് ആ പേര് കേട്ട് ഞാൻ ഒരുപാട് കരഞ്ഞെന്നാണ് അമ്മ പറഞ്ഞത്. ഒരു പേരിൽ എന്തിരിക്കുന്നു? നമ്മുടെ സ്വഭാവമാണ് ഏറ്റവും പ്രധാനം. അത് നന്നായാൽ മതി. അമ്മ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കയറിക്കിടക്കാനിടവും വയറു നിറയെ ആഹാരവും തരുന്നവർ പറയുന്നത് നമ്മൾ കേൾക്കണം. അങ്ങനെ പഠനം തുടങ്ങി. ക്ലാസ്സിൽ 1-ാം സ്ഥാനത്ത് എപ്പോഴും ഞാനാണ്. അത് കാവേരിക്ക് സഹിക്കാനായില്ല. ഒരിക്കൽ കാവേരി എൻ്റെ കൈ പൊള്ളിച്ചു, ഞാൻ പരീക്ഷ എഴുതാതിരിക്കുവാൻ. പൊള്ളിച്ച കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ കാവേരി തങ്കച്ചിയുടെ അമ്മ പോട്ടെ സാരമില്ല, അവൾ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അവരുടെ കുട്ടിക്കൊരു ദാസിയായിരുന്നു എന്ന് ഞാൻ. സ്കൂളിൽ കുട്ടികളുടെ മുൻപിൽ വെച്ച് എന്നെ അപമാനിക്കുന്നത് സ്ഥിരമാണ്. കാവേരിയുടെ ഒരു രസമായ കാര്യമായിരുന്നു അത്. ഒരേ പ്രായക്കാരായ എന്നെക്കൊണ്ട് തങ്കച്ചിയുടെ ബാഗ് സ്കൂൾ വരെ എടുപ്പിക്കുമായിരുന്നു. സ്കൂളിൽ ചെന്നാലും ബാഗിൽ നിന്ന് പുസ്തകമെടുത്ത് അടുക്കി വയ്ക്കണം. ഓരോ പീരീഡ് കഴിയുമ്പോഴും കുടിക്കുവാൻ വെള്ളം കൊണ്ട് കൊടുക്കണം. ഒരു പെൻസിലോ പേനയോ താഴെ വീണാൽ ഞാൻ എഴുന്നേറ്റ് ചെന്ന് എടുത്തു കൊടുക്കണം. ഇരിക്കുന്ന സീറ്റ് ഞാൻ തുടച്ചു കൊടുക്കണം. ചോറുണ്ണുന്നതിന് മുൻപ് കൈ കഴുകിക്കണം. തങ്കച്ചി ചോറുണ്ട് കഴിഞ്ഞ് എനിക്കുണ്ണുവാൻ പറ്റുമായിരുന്നു. ചിലപ്പോഴൊക്കെ ബെല്ലടിക്കുന്നത് കാരണം ഞാൻ പട്ടിണിയാകും. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.